ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഡെസേർട്ടായിട്ടുള്ള നവാബി ഷമായിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മളുടെ കുനാഫൻ്റെ സിമിലർ ടേസ്റ്റിൽ വരുന്നൊരു ഐറ്റമാണ് കേട്ടോ. അപ്പം വീഡിയോസ് എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വളരെ തിന്നായിട്ട് വരുന്ന സേമിയ ഉണ്ടല്ലോ, നമ്മൾ പായസമൊക്കെ റെഡിയാക്കാൻ വേണ്ടി എടുക്കുന്ന സേമിയ, അത് ഒരു 150 ഗ്രാം എടുക്കുക. എന്നിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് പാനിലിട്ടൊന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ബട്ടർ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ബട്ടർ മാത്രമേ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടറും ഗീയും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്കതിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കൈ ഉപയോഗിച്ച് പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ സേമിയ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ബട്ടറും ഈ ഒരു സേമിയെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ നമ്മൾ ഈ ഒരു റോസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫ്ലെയിം വളരെ ലോയിലിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നതിനിടയിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പോൾ അതാ ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് മിൽക്ക് പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതുകൂടി എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനിടയിൽ ഞാൻ കുറച്ചുകൂടി കാഷ്യൂ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ നമ്മളുടെ ബദാമും കൂടി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കുന്ന ടൈമിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈ വെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് ചെയ്തുകൊണ്ടെടുക്കുന്നതിനിടയിൽ മോള് കരിഞ്ഞപ്പോൾ അവൾ എടുക്കാൻ പോയപ്പോൾ എൻ്റെത് ചെറുതായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ വെർമിസെല്ലി ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ റോസ്റ്റ് ചെയ്തെടുത്ത സേമിയയുടെ പകുതി നമുക്ക് ഒരു ട്രേയിൽ ഇതുപോലെ ഒന്ന് നിരത്തി പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1/3 കപ്പിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് മിൽക്ക് പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും അതുപോലെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി എടുത്ത് അതിലേക്ക് ഒരു 1/4 കപ്പ് മിൽക്ക് കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതുകൂടി നമുക്ക് ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളുടെ കോൺഫ്ലവറും കസ്റ്റാർഡ് പൗഡറും ഒക്കെ ആയതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഉണ്ടല്ലോ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പ് കൂടി ഈ സമയം തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഒന്ന് കുറുകി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ നമ്മളുടെ മിക്സ്, അതായത് പാലിൻ്റെ മിക്സ് ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ഇളക്കി കൊടുക്കണേ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെർമസെല്ലിയുടെ ഒരു ലെയർ വെച്ചെടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മളുടെ ഈ മിക്സ് മൊത്തത്തിലങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വെർമസെല്ലി ഉണ്ടല്ലോ അതുകൂടി എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ വെർമസെല്ലിയൊക്കെ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടും കഴിക്കാം, അതല്ലാതെ ഇപ്പോൾ തന്നെ നമുക്ക് ചൂടോടുകൂടി കഴിക്കുകയും ചെയ്യാം. ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നവാബി ഷമായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.